10-15 വർഷങ്ങളായിട്ട് പട്ടാമ്പിയിൽ എന്തെങ്കിലും അപകട മരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഓടി വരുന്നൊരു ചേച്ചിയുണ്ട്, ദേവി ചേച്ചി. ഈ കാലയളവ് അത്രയായിട്ട് ചേച്ചി കൈകാര്യം ചെയ്തിട്ടുള്ളത് 100-ലധികം മൃതദേഹങ്ങളാണ്. മാത്രമല്ല, അനാഥരായിട്ടുള്ളതും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് എന്തെങ്കിലും മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ചെലവും കൂടെ ചേച്ചി ആണ് നിർവഹിക്കാറുള്ളത്. നമ്മളിപ്പോൾ ചേച്ചീനെ കാണാനാണ് വന്നിരിക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. കാരണം കേട്ടിട്ടേ ഉള്ളൂ. എന്താ പറയാ, വലിയൊരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരുന്നത് അടുത്തിരുന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ പോലെ ആയിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ചെയ്യാനായിട്ട് മടിക്കുന്ന കുറെ കാര്യങ്ങളാണ് ചേച്ചി ചെയ്യുന്നതൊക്കെ. എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനെ മൃതദേഹങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് തുടങ്ങിയത്? മൃതദേഹം പറഞ്ഞപ്പോൾ ഒരു 10-20 വർഷത്തോളൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മൃതദേഹം കണ്ട അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം കുട്ടിക്കാലം ഇപ്പോൾ വീട്ടിൽ അമ്മമാരോ ഒക്കെ കുടുംബക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാലും അതിനെ വിളക്കെത്തിക്കാനും അതിൻ്റെ അടുത്ത് പോകാനും അടുത്തിരിക്കാനൊന്നും അന്നേ പേടിയില്ല. കുട്ടിക്കാലം മുതലേ ബോഡി കണ്ടാ, അന്നൊക്കെ ശവം എന്നൊക്കെ അല്ലേ പറയുക, ശവം കണ്ടാ പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കണ്ടാ പേടിയോ, വീഴ് ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ മുറി കെട്ടാനോ ബ്ലഡ് കണ്ടാലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ പേടികളൊന്നും അന്നേ ഇല്ല. പിന്നെ ഇപ്പൊ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കൊണ്ടുപോകും. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നൊരു സംഭവമാണ്. നമ്മൾ ആദ്യം മുൻകൂട്ടി കാണുന്നതല്ലല്ലോ അതൊന്നും. അവസരത്തിന് നമ്മൾ ഒരാൾ വീണുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാന്നുള്ള ഉദ്ദേശമാണ്. അവരെ ബ്ലഡ് കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അവരുടെ ജീവനല്ലേ നമ്മൾ വില കൽപ്പിക്കേണ്ടത്. ഇപ്പോൾ അപകട മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ തട്ടിയൊക്കെ മരിക്കുന്ന മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അങ്ങനെ കിടക്കുന്നതല്ലല്ലോ. അല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണാൻ വേണ്ടി ആയിരിക്കും. അപ്പോൾ ചേച്ചി അതെങ്ങനെയാണ് ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? മാനസികാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളതിനെ വിളിക്കും, ഇങ്ങനെ റെയിൽവേയിൽ ഒരാൾ തട്ടി മരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യോ കാലോ കണ്ണോ, ഇപ്പോൾ ട്രെയിൻ തട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥയിലേക്കാണല്ലോ നമ്മൾ പോവുക. അപ്പം നമ്മൾ ആ ഒരു ചിലപ്പോൾ ജീവൻ ഉണ്ടാവും, ചിലപ്പോൾ ജീവൻ ഉണ്ടാവില്ല. ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ടവരെ ആദ്യം ഹോസ്പിറ്റലിൽ ഞങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഞാനൊക്കെ കുറേ 2-3 ഹോസ്പിറ്റലിൽ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ 1-2 ഒക്കെ കിടന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും, ബ്ലഡ് വന്നിട്ടുണ്ടാവും, കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല. പക്ഷെ അത് അതിൻ്റെ മുമ്പ് ഒരു മനുഷ്യനായിരുന്നില്ലേ. ഒന്നെങ്കിൽ അയാൾ ചാടിയതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ട്രെയിൻ തട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ആത്മഹത്യയായിരിക്കാം. എന്താണെങ്കിലും ആ മരിക്കുന്നതിൻ്റെ മുമ്പ് അയാളൊരു ജീവനുള്ളതും അച്ഛനും അമ്മയും കുടുംബമുള്ളതും ഉള്ളൊരു മനുഷ്യൻ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അച്ഛനാവാം, അമ്മാമനാവാം, സഹോദരനാവാം, മകനാവാം, അമ്മാമനാവാം, അല്ലെങ്കിൽ അമ്മായി ആവാം, അങ്ങനെ ആരും ആവാം. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെന്നെ നല്ലൊരു സംരക്ഷണത്തിൽ കൊണ്ടുപോയി അത് സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അതിന് കൈ മുറിഞ്ഞു കാല് മുറിഞ്ഞു ഇപ്പം എനിക്കാ പറ്റിയെന്ന് വെച്ചാൽ വേറെ ആൾ കൊണ്ടുപോയില്ലേ. അപ്പൊ ആരെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് സമൂഹത്തിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷൻ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും മനുഷ്യരാണ്. കാക്കിയിട്ടത് കൊണ്ട് അവർക്ക് മനുഷ്യല്ല, എനിക്കിത് എടുത്ത അവരൊക്കെ അത് സഹിച്ചും എല്ലാം സഹനശക്തി വരുത്തിയിട്ട് എടുക്കുന്നവരാണ്. ഇപ്പൊ ഡോക്ടർ ഇപ്പോൾ നമ്മൾ പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, അവരെല്ലാം പഠിച്ചു വരണു. പഠിച്ചിട്ട് നമുക്ക് ആ പേടി മറപ്പുകളൊക്കെ തീർന്നാലും ഒരു മനുഷ്യനാണല്ലോ. അവർക്ക് വികാര വിചാരങ്ങളുള്ള ഒരു രക്തം ഓടുന്നൊരു ഞരമ്പുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ. അതുപോലെ തന്നെ ഞാനും. ഇപ്പോൾ പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെല്ലണു, അവരെടുക്കണു, പാക്ക് ചെയ്യണു. ചോദിക്കാറുണ്ട് പോലീസുകാരോട് ആരെങ്കിലും, നിങ്ങൾ ആ ബോഡി എടുത്തോ, ഈ ബോഡി എടുത്തോ, ചീഞ്ഞത് 4-5 ദിവസം 10 ദിവസമൊക്കെ ചീഞ്ഞ ബോഡികളാണ് സാറന്മാരെടുക്കുക. അവർക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും പോലീസുകാർ അനുഭവിക്കുന്നുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ചാനലുകാരോ അല്ലെങ്കിൽ വേറെ എല്ലാവരും ചെന്നിട്ട് സാറിന് അതെടുത്തപ്പോൾ ബുദ്ധിമുട്ടുണ്ടായോ, അതെടുത്തപ്പോൾ ബുദ്ധിമുട്ടോ, അവരൊക്കെ മനുഷ്യന്മാരാ. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യണു. ആരും അവരെ പറ്റി ചിന്തിക്കാറില്ല. അവരെ വിഷമങ്ങളും മനസ്സുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണു. സാറന്മാരെന്നൊക്കെ പറയുമ്പോൾ, പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ചെയ്യണതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശമ്പളത്തിനേക്കാളും, ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്യുക ശമ്പളം, ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും കിട്ടും. അതിൻ്റെ ഇരട്ടി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ രാത്രി ഫുള്ള് ഉറക്കൊഴിച്ച് ഇപ്പൊ പണ്ടത്തെ കാലഘട്ടങ്ങളല്ല ഇന്ന്. വെട്ട്, കുത്ത്, കൊലപാതകം. പോലീസുകാർക്ക് കസേര എന്താന്ന് കാണാൻ പറ്റില്ല. ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാർക്ക് സമയം കിട്ടില്ല. അതിന്റെ ഉദ്യോഗസ്ഥന്മാരാരാച്ചാല് ആരായാലും ആ സാറന്മാർക്ക് മേലേന്ന് വിളി വരും, അവിടുന്ന് വിളി വരും, അവിടെ മരിച്ചു, ഇവിടെ മരിച്ചു, അവിടെ വെട്ടി, മയക്കുമരുന്ന്. സ്റ്റേഷനിൽ അങ്ങോട്ട് ചെന്ന് നോക്കണം. ഇരിക്കാൻ കൊണ്ടുവന്ന് വെച്ച ചായ കുടിക്കാൻ അവർക്ക് നേരം ഉണ്ടാവില്ല.
നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പോഴെന്തേലും എൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോലീസിലേക്ക് വിളിക്കും. 2 മിനിറ്റ് വൈകിയാൽ പറയും ഇവരൊക്കെ എവിടെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു, റോട്ടിലൊരു തിരക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാരില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവര് 5 ദിവസം 10 ദിവസം ഇതായ ബോഡി രാത്രി നൈറ്റ് ഫുള്ളിരുന്ന ഒരുപാട് രാത്രിയാണെങ്കിലും ചേച്ചിക്കൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോവേണ്ടി വരാം. 2 മണിക്ക് 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും നമ്മൾ പോവും. രാത്രി സ്റ്റേഷനാണ് അധികം വിളിക്കാറുണ്ട്. എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. എപ്പോഴും കണക്ഷൻ. ട്രാഫിക്കിലല്ലേ വർക്ക് ചെയ്തിട്ടുള്ളത്? ഇടയ്ക്ക് വർക്ക് ചെയ്യാറുണ്ട്. തിരക്ക് വരണ സമയത്ത് ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോ ഞാനൊരു ആക്സിഡന്റാന്ന് വിചാരിച്ചിട്ടും പോയി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു എൻ്റെ ഷോപ്പ് ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും വണ്ടികൾ മൂവ് ചെയ്യുന്നില്ല, മൊത്തം തിരക്കാം. അപ്പൊ എന്റെ മനസ്സിൽ മൊത്തം ആക്സിഡന്റ് സംഭവിച്ചു എന്നാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ലേ വരിക. അപ്പൊ ഞാൻ അപ്പുറത്ത് കൂടെ ഓവർടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായി പോവാനുള്ള ഗ്യാപ്പില്ല. വണ്ടി അവിടെ കൊണ്ടുപോയത് ചെറിയൊരു മഴയുണ്ട്, കോട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഹെൽമെറ്റൊക്കെ അവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്ന റോഡിൽ ആ റോഡിന്റെ അവിടെ വണ്ടികൾ കുടുങ്ങിയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അന്ന് 8-8:15 ആയിരിക്കണം. അപ്പൊ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ കണക്റ്റഡ് അല്ല. പിന്നെ അവിടുത്തെ എന്തോ പ്രശ്നം, എവിടേക്കോ എന്തൊക്കെ പ്രശ്നം നടന്നിട്ട് സാറന്മാരൊക്കെ ഓരോ തിരക്കിലും കാര്യങ്ങളും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അവിടെ ഒന്നാമത് അതുമില്ല. അപ്പൊ നമ്മൾ അതൊന്നും നോക്കിയില്ല, ജാമാണ്, വണ്ടികൾ മൊത്തം ജാമാ. പിന്നെ സത്യത്തിൽ എന്താണെന്നറിയോ, ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എനിക്ക് ആദ്യം പോകണം. അത് ട്രാഫിക് ആയാലും വേണ്ടില്ല, ആര് മരിച്ചാലും വേണ്ടില്ല, ഏത് ആംബുലൻസ് വന്നാലും വേണ്ടില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ട്. ഇപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ആയാലും വേണ്ടില്ല, ഞാൻ ഒരു വണ്ടി കാരണം 3 റോഡ് ബ്ലോക്ക് ആവും. അപ്പോൾ സിഗ്നൽ തെറ്റിച്ചിട്ട് ഒരുത്തൻ നേരെ ഇങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ സിഗ്നൽ തെറ്റിച്ച് കയറിയ കറക്റ്റ് സിഗ്നലുള്ള അവിടെ നിന്ന് കയറി വരുമ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല, അവിടെ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരുത്തനാണ് അതിൻ്റെ കാരണക്കാരൻ. ആ കാരണക്കാരൻ ചിന്തിച്ചാൽ മതി, അത് ഞാനായിരിക്കാം, ഇയാളായിരിക്കാം, മറ്റാളായിരിക്കാം, ചിന്തിച്ചാൽ മതി. റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ കൂടെ ഒരു ആംബുലൻസ് വന്നാൽ ഈ റോഡ് ബ്ലോക്ക് ആക്കിയവൻ്റെ വീട്ടുകാരാണെങ്കിലോ ആരും ആവാലോ. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, സമൂഹത്തിന് ദോഷം വരാത്ത കാര്യങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേ ഒഴിവാകും. അപ്പം അന്ന് അങ്ങനെ ഞാൻ റോഡിൽ ഇറങ്ങി ബ്ലോക്കൊക്കെ തീർത്തു. ഒരു 1-1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ആരോ വീഡിയോ എടുത്തു. എനിക്കച്ച് ഈ വീഡിയോ കാര്യങ്ങൾ അങ്ങനെയൊന്നും താല്പര്യമില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ വൈറലായതിന് മാത്രം ആരോ ഫോട്ടോ എടുത്തിട്ട്, ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. പോണ പോക്കിൽ ആരെങ്കിലും വീണിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട്. പിന്നെ എല്ലാവർക്കും പേടി എന്താണെന്നറിയോ, ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പൈസയുടെ അല്ല, ഹോസ്പിറ്റലിൽ ചെന്നാൽ അവര് വിളിപ്പിക്കോ, പോലീസുകാർ വിളിപ്പിക്കോ, അതൊക്കെ അതുണ്ടായിരുന്നു പണ്ടൊക്കെ. 2019 മുതൽ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നിട്ടുണ്ട്, കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കിയാൽ മതി, അതിന്റെ ഉത്തരവാദിത്തങ്ങളും ബാക്കിയുള്ളതൊക്കെ സ്റ്റേഷനും കാര്യങ്ങളും നോക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ പേർക്ക് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ കൂടി നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മളൊന്ന് സ്റ്റേഷനിൽ പോവുക, കോടതിയിൽ പോയാൽ ഇപ്പം എന്താ കുഴപ്പം? ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് നമുക്കൊരു സന്തോഷമല്ലേ. ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. ഒരാളെ ആക്സിഡന്റ് ആയി, നിയമത്തിന് പിന്നെ നമ്മൾ ചിലപ്പോൾ 10 പ്രാവശ്യം പോലീസ് വിളിക്കും, കോടതിയിൽ വിളിക്കും, ഒക്കെ വിളിച്ചാലും നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്താ, അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, അയാൾ ഹോസ്പിറ്റലിൽ പോയി, സ്റ്റേഷനിൽ വന്ന് പറയാം സാറേ എങ്ങനെ കിടന്നുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുപോയി. സാർ അത് മനസ്സിലാക്കുന്നല്ലേ അവരൊക്കെ, അവർക്കൊക്കെ സന്തോഷമുള്ളൂ, ഒരാളെ ജീവൻ രക്ഷിച്ചുല്ലോ അവരെന്നല്ലേ ആലോചിക്കുള്ളൂ. ഇപ്പോഴത്തെ സമൂഹത്തിന് അതൊന്നും താല്പര്യമില്ല. ചേച്ചിക്ക് ഇത്രയും നാളുകളായിട്ട് കുറേ അധികം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ അധികം കഥകൾ, കുറേ ആളുകളുടെ കഥകൾ ചേച്ചി അറിഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുള്ള ഏതെങ്കിലും, എല്ലാം വിഷമം തന്നെയാണെന്നറിയാം, മരണം എന്ന് പറയുന്നത് വിഷമം വിളിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചേച്ചിക്ക് മനസ്സിൽ തട്ടി ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മനസ്സ് തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ പിള്ളേരടക്കം റെയിൽവേയിൽ ട്രാക്കിൽ ചാടി മരിക്കണം. മരണം ഒന്നിനും പരിഹാരമല്ല. ചിലവരും മയക്കുമരുന്ന് MDMA ഒക്കെ ഇപ്പം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. വീട്ടിൽ നല്ല കുട്ടികളായിരിക്കാം, പുറത്ത് കൂട്ടുകെട്ടിട്ടോ ഒക്കെ ചേട്ട് ആത്മഹത്യ ചെയ്യുന്നു, മരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മാനസിക സങ്കടവും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വഴിയരികിൽ കിടക്കുന്ന ആൾക്കാർ കിടക്കണ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. ചിലപ്പോൾ അയാൾ മദ്യപിച്ചിട്ടാണാവും ചിലവർ പറയുക, അത് ആയിരിക്കാം ചിലപ്പോൾ, അതല്ലെങ്കിൽ കുഴഞ്ഞു വീണതായിരിക്കാം. ഒരുപാട് ആൾക്കാർ നോക്കാതെ ഇന്നും സമൂഹത്തിൽ മോളെ പോകുന്നുണ്ട്. ഇപ്പൊ ഈയിടെ ഡിസംബർ 8-ാം തീയതി ഒരാള് വെച്ചാൽ ഡിസംബർ 8-ാം തീയതി ഞങ്ങളുടെ NSSന്റെ കരയോഗത്തില് ഞങ്ങളുടെ കുടുംബസംഗമം നടക്കുകയാണ്. അപ്പൊ അന്ന് തന്നെ ഒരു ആദരിക്കലും അങ്ങനെയുള്ള ഞങ്ങളുടെ കുടുംബ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 8-ാം തീയതിയുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ശേഷം എനിക്കൊരു വിളി വരികയാണ്, അങ്ങനെ ഒരാള്
റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കിടക്കുന്നുണ്ട്, പിന്നെ മാഡം ഒന്ന് വരാൻ പറ്റുമെന്ന്. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു ഒന്ന് പോയിട്ട് വരാമെന്ന്. കാരണം നമുക്ക് ആരാണോ എന്താണെന്നോ എന്താ ആവശ്യമൊന്നും അറിയില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ്, സ്റ്റേഷനിൽ വിളിച്ചേ പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ ഈ ആള് 4 ദിവസമായി ഇത്ര അവിടെ കിടക്കുന്നു. വഴിയരികിലെ പിന്നെ ഹോസ്പിറ്റലിന്റെ മതിലും റെയിൽവേ സ്റ്റേഷന്റെ മതിലും ഒന്നാണ്. അപ്പോൾ പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് ചെറിയൊരു ഗ്യാപ്പുള്ളൂ, അപ്പുറത്തേക്ക് പോകാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിൽ കൂടെ പോകണമെങ്കിൽ അപ്പുറത്ത്. അപ്പോൾ ഈ 4 ദിവസം കിടന്നിട്ടും ഒരു കരുണുള്ള മനുഷ്യൻ അയാളെ കടന്നു പോയിട്ടില്ല. പോകുന്ന ആൾക്കാർ ഇയാളെ കാണുന്നുണ്ട്, ഇയാൾ അപ്പിട്ടിട്ടുണ്ട്, മൂത്രമൊഴിച്ചിട്ടുണ്ട്, മലമൂത്ര വിസർജനം മൊത്തം നടത്തി ചുരുണ്ട് കിടക്കുന്നു. ഒരു ജീവനുള്ള ഒരു മനുഷ്യനാണ്. അയാളൊരു അച്ഛനായിരിക്കാം, പിന്നെ മകനായിരിക്കാം, മക്കളുള്ള ആളായിരിക്കാം, എന്തൊക്കെ എല്ലാം ഉള്ളൊരു മനുഷ്യൻ വന്ന് കിടക്കുന്ന. 4 ദിവസം പോയിട്ട് കരുണയില്ലാത്തൊരു ആള് 5-ാമത്തെ ദിവസം ഒരു കരുണുള്ള മനുഷ്യൻ അതിൽ പോയി. ആ കരുണ കൊണ്ടാണ് അയാൾ റിപ്പോർട്ട് ചെയ്ത് സ്റ്റേഷനിൽ വിളിച്ച് ചെന്ന് നോക്കിയപ്പോൾ 108 വിളിച്ചു. ഞാൻ അവിടെ നിന്ന് എത്തുന്നതിനപ്പോൾ തന്നെ 108 വിളിച്ച് 108 ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ ചെന്നപ്പോൾ ഇയാളുടെ കട്ടിലിൽ കിടത്തി ഗ്ലൂക്കോസൊക്കെ കൊടുത്ത് ചെന്ന് ഞാൻ ഇങ്ങനെ മലർത്തി അയാളെ നോക്കിയപ്പോൾ ഞാൻ സ്ഥിരം ടൗണിൽ കാണുന്ന ഒരാളാണ്. കാണുന്ന വെച്ചാൽ അമ്പലത്തിൽ പന്തക്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്ഷണം, അങ്ങനെ കൈത്തള്ളി അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. അപ്പം ഞാനവിടെ ഭക്ഷണം കമ്മിറ്റി അങ്ങനെ ഭക്ഷണം വിളമ്പാറൊക്കെ ഉണ്ട്. അവിടെ ചെന്ന സമയം അവിടെ നിന്ന് അയാളെന്നെ മാത്രം പിടിച്ചിട്ട് ഈ ജായ വടി കുത്തിയ ഒരാളാണ് തിണ്ടത്തിരിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇയാൾ 2 വർഷമായിട്ട് പട്ടാമ്പിയിൽ വന്നിട്ട് ഭിക്ഷ യാചിച്ച് ഭക്ഷണം കഴിക്കുക. മക്കളൊക്കെ ഒഴിവാക്കി എസ്റ്റേറ്റിൽ സൂപ്പർവൈസർ ആയിരുന്നു അത്രേ. ആരും ഇല്ലാതെ അങ്ങനെ ഒരു ആളെ എനിക്കറിയാം, ഞാൻ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അങ്ങനത്തെവരോട്. അപ്പോൾ അയാൾ കട്ടിലെടുത്ത് ഗ്ലൂക്കോസൊക്കെ എടുത്തിപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മുത്തശ്ശ എന്താ എന്ന് വെച്ചപ്പോൾ അങ്ങനെ കാണിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി എന്ന്. നമ്മളൊക്കെ കഴിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ 1000-കണക്കിന് ആൾ റെയിൽവേയിൽ കൂടെ പോകുന്ന സ്ഥലമാണ്, വിജനമായ സ്ഥലത്തല്ല അയാൾ കിടന്ന്. ഈ 4 ദിവസം 1000-കണക്കിൽ പോയ ഒരാൾക്ക് തോന്നിയാൽ മതി എൻ്റെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, ഹോസ്പിറ്റലാക്കാമായിരുന്നു. തോന്നിയിട്ടില്ല 4 ദിവസം ഒന്നുമില്ല, അങ്ങനെ കിടക്കണോ. എന്നിട്ട് അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഞാൻ ആ രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു സെക്യൂരിറ്റി ഉണ്ട്, അയാളോട് പറഞ്ഞു ചേട്ടൻ ഇവിടെ കിടക്കട്ടെ ഇപ്പം വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും കഴിക്കുമോ ചോദിച്ചു. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുപോയി ഷോപ്പിൽ നിന്ന് ചായയും പലഹാരമൊക്കെ വാങ്ങി ഹോസ്പിറ്റലിലെത്തി. ഞാനും ഈ രാജേഷേട്ടനും കൊണ്ടുപോയി എൻ്റെ ബാത്റൂമൊക്കെ കൊണ്ടുപോയത് പറയാൻ നമുക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇനിയും ഇത് കേട്ടാൽ ആരെങ്കിലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഞാൻ ചെയ്ത മഹിമ പറയല്ല, അത് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൻ്റെ ഫലം പോയി. പക്ഷെ ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ണു തുറക്കണം, ആരും ഇല്ലാത്തവർക്ക്. എനിക്കും നാളെ ഈ ഗതി വരാം, ആർക്കും വരാം. അപ്പോൾ അങ്ങനെ ഭക്ഷണം ചെന്നു അവിടെ കൊണ്ടുപോയിട്ട് ബാത്റൂമിലിരുത്തി. നമ്മുടെ അച്ഛനെയും നമുക്ക് കുളിപ്പിക്കാമല്ലോ. അപ്പോൾ ഈ രാജേഷേട്ടനൊക്കെ സഹായിച്ച് അയാൾ സോപ്പൊക്കെ എടുത്തോടന്ന് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് വന്ന് ബെഡിലിരുത്തി കൊണ്ടുപോയ ഭക്ഷണം അതിൽ കഴിച്ചു. ഈ ഒരു ഗ്ലൂക്കോസും കിടത്തിയിട്ട് ഈ 108 ആംബുലൻസിൽ കൊടുന്ന വ്യക്തിനെ നടത്തി കൊണ്ടുപോയി. മണിക്കൂർ 3 ഉണ്ടായല്ലോ. അപ്പം അത് എനിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആർക്കും ചെയ്യാം.